എല്ലാ തവണയും ഓണക്കാലം ചില സങ്കടങ്ങളുടെയും ചില വിഷമങ്ങളുടെയും അല്ലലിൻ്റെതുമൊക്കെ ആകാറുണ്ട്. അതെല്ലാ തവണത്തേതും പോലെ ഇക്കുറിയുമുണ്ട്. KSRTC ജീവനക്കാർക്ക് ഓണം ആനുകൂല്യങ്ങൾ ഇത്തവണയും നൽകിയിട്ടില്ല. അപ്പോൾ ഓണ ആനുകൂല്യങ്ങൾ നൽകാത്തതിനെതിരെ തൊഴിലാളി യൂണിയനുകളിൽ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. പ്രതിപക്ഷ യൂണിയനായ TDF സെക്രട്ടേറിയറ്റിന് മുന്നിൽ മണ്ണുകഞ്ഞി സമരം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഓണം ബോണസും ആനുകൂല്യങ്ങളും ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം. ഓണം വന്നേ തിരുവോണ നാളിത വന്നെത്തിയേ, ഓണം വന്നേ തിരുവോണ നാളിത വന്നെത്തിയേ. പാട്ടും ആഘോഷമൊക്കെ കാണുമ്പോൾ വിചാരിക്കും ഏതോ തിരുവോണ നാളിൽ വലിയ ആഘോഷവുമായിട്ട് ആരൊക്കെ ഒത്തുകൂടിയെന്നാണ്. പക്ഷേ ഇതിപ്പോൾ നടക്കുന്നത് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് മുന്നിലാണ്. ഇവിടെ KSRTC ജീവനക്കാരുടെ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതിഷേധ സൂചകമായിട്ട് ഇന്ന് അവർ ഇവിടെ സമരം നടത്തുന്നത് മണ്ണ് കൊണ്ടുള്ള കഞ്ഞി വെച്ചുകൊണ്ടുള്ള സമരമാണ്. ഈ കലത്തിൽ ഇപ്പോൾ തിളച്ചു മറിയുന്നത് ചോറല്ല, പകരം മണ്ണാണ്. അവരുടെ ജീവിതത്തിലേക്ക് ഈ സർക്കാർ മണ്ണ് വാരിയിട്ടു എന്നാണ് അവർ പറയുന്നത്. കാരണം ഈ ഓണത്തിന് അവർക്കുള്ള ശമ്പളം 1.5 വർഷത്തിന് ശേഷം ഒരുമിച്ച് ശമ്പളം ലഭിച്ചുവെങ്കിലും ഓണം അലവൻസ് മറ്റ് സർക്കാർ വകുപ്പുകൾക്കെല്ലാം തന്നെ ഓണം ആനുകൂല്യങ്ങളും ബോണസും ഒക്കെ ലഭിച്ചപ്പോൾ KSRTC ജീവനക്കാർക്ക് ഇതുവരെയായിട്ടും ഈ ഓണം അലവൻസും ഓണം ബോണസും ഒന്നും തന്നെ നൽകിയിട്ടില്ല. 2500 രൂപയാണ് KSRTC ജീവനക്കാർക്ക് ലഭിക്കേണ്ടിയിരുന്ന ഓണം ബോണസ്. പക്ഷേ ആ ഓണം ബോണസ് നൽകുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ തന്നെ ഉറപ്പ് കൊടുത്തിട്ടും ഇതുവരെയായിട്ടും അവർക്ക് വിതരണം ചെയ്യാൻ കഴിഞ്ഞില്ല. തുടർന്നാണ് പ്രതിപക്ഷ KSRTCയുടെ യൂണിയനായിട്ടുള്ള ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫ്രണ്ട് TDFന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മണ്ണ് കഞ്ഞി വെച്ച് സമരം ചെയ്യുന്നത്. മറ്റ് ഡിപ്പോകളിൽ പട്ടിണിക്കഞ്ഞി സമരവും ഇവർ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. നേതാക്കളോട് തന്നെ നമുക്ക് ചോദിക്കാം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് അവർ നീങ്ങിയതെന്ന്. TDFന്റെ വൈസ് പ്രസിഡന്റായിട്ടുള്ള അജയകുമാർ ചേരുന്നുണ്ട്. എന്തിനാണ് ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു സമരം? KSRTC തൊഴിലാളികളുടെ അലവൻസ്, അഡ്വാൻസ്, അത്തരത്തിലുള്ള യാതൊരു കാര്യങ്ങളും സാമ്പത്തികമായ ഒരു കാര്യങ്ങളും സർക്കാർ ചെയ്യില്ല. അവസാന നിമിഷം വരെയും ഈ തൊഴിലാളി സർക്കാർ ഞങ്ങളുടെ ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ കവർന്നെടുക്കുമെന്ന് വിചാരിച്ചില്ല. അതുകൊണ്ടാണ് ഈ തിരുവോണ നാളിൽ വീട്ടിലിരുന്ന് ഓണമുണ്ണേണ്ട ഞങ്ങൾ ഇന്ന് ഈ തെരുവിലിറങ്ങി സെക്രട്ടേറിയറ്റ് നടയിൽ പ്രതിഷേധമായിട്ട് ഞങ്ങൾ മണ്ണ് കൊണ്ട് കഞ്ഞി വെച്ച് പ്രതിഷേധിക്കുന്നത്. ഈ ഓണം ശമ്പളം ഒറ്റത്തവണയായിട്ട് നൽകി 1.5 വർഷത്തിന് ശേഷം ഈ ഓണം അലവൻസ് കൂടി കിട്ടുമെന്നും അത് നൽകുമെന്നും മന്ത്രി ഉറപ്പ് നൽകിയാണ്. പക്ഷേ ഉണ്ടായിട്ടില്ല. ഇവിടെ ഒറ്റ ഗഡുവായിട്ട് ശമ്പളം കിട്ടിയത് 2 ഗഡുവായിട്ട് തരാണ്ട സമയമായപ്പോഴാണ് ഒറ്റ ഗഡുവായിട്ട് നമുക്ക് ശമ്പളം കിട്ടിയത്. പക്ഷേ ഓണ അലവൻസോ മറ്റ് അലവൻസോ ഒന്നും തന്നെ ഇതുവരെ നൽകിയിട്ടില്ല. ഈ കേരളത്തിലെ എല്ലാ പെട്ടിക്കടക്കാർക്ക് പോലും ഓണത്തിന്റെ ഒരു അലവൻസ് കൊടുത്തപ്പോൾ KSRTC ജീവനക്കാരെ മനഃപൂർവ്വം ഫെസ്റ്റിവൽ അലവൻസോ മറ്റ് ആനുകൂല്യങ്ങളോ തരാതെ കഷ്ടത്തിലാർത്തുന്ന ഒരു നടപടിയാണ് ഈ സർക്കാർ നിലകൊണ്ടത്. TDFന്റെ ജില്ലാ പ്രസിഡന്റാണ് ഇപ്പോൾ പാട്ട് പാടുന്നത്, SK മണി. ഇതെന്ത് പാട്ടാണ് ഇപ്പോൾ പാടുന്നത്? നമ്മുടെ ഒരു പ്രതിഷേധ ഓണപ്പാട്ടാണ്. പാട്ടൊന്ന് പാടുമോ? ഓണം വന്നോണം വന്നേ ആത്തീസയിൽ കണ്ണീരോണം, പിണറായി തമ്പുരാൻ തന്നോരോണം ആത്തീസയിൽ കണ്ണീരോണം, മണ്ണു തിന്നുണ്ണി നീ മണ്ണു തിന്നെ, മണ്ണു തിന്നുണ്ണി നീ മണ്ണ് തിന്നെ. അങ്ങനെ തിരുവോണ നാളിലും KSRTC ജീവനക്കാരുടെ പ്രശ്നങ്ങൾക്ക് അയവില്ല. അവരിപ്പോഴും സമരത്തിൽ തന്നെയാണ്. KSRTC ആനുകൂല്യങ്ങൾ, ഓണം ആനുകൂല്യങ്ങൾ നിഷേധിച്ചതിനെതിരെയാണ് TDFന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വലിയൊരു സമരം നടന്നുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ക്യാമറ പേഴ്സൺ രാജീവിനൊപ്പം RB സനു, മീഡിയ 1.